കോൺഗ്രസിൽ ആരാണ് മികച്ച നേതാവ് എന്ന തർക്കത്തിന് പിന്നാലെ ഇപ്പോൾ നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ കെ മുരളീധരന്റെ പ്രതികരണമാണ് ഏറ്റവും പുതിയത്. രമേശ് ചെന്നിത്തലയെ ഉയർത്തി കാണിച്ച് ഉയർന്നുവന്ന നീക്കത്തിൽ കെ മുരളീധരൻ കടുത്ത പ്രതികരണമാണ് നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അടക്കമുള്ളവർ ചെന്നിത്തലയെ പുകഴ്ത്തി സംസാരിച്ചതിന് പിന്നാലെയാണ് മുരളീധരൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജാമിയ നൂരിയ അറബിയുടെ 62ാം വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനത്തിന് തുടർച്ചയായി രമേശ് ചെന്നിത്തലയെ പ്രശംസിച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗം സമകാലീന രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചുകാട്ടുന്നതും പ്രതീക്ഷയുള്ളതുമാണെന്നാണ് വിലയിരുത്തിയത്. കൂടെ രാഷ്ട്രീയത്തിലെ ആധാരശിലകളെ സംരക്ഷിക്കാൻ ഒന്നിച്ചു പോരാടാം എന്നും കുറിച്ചിരുന്നു. NSSും പിന്നാലെ പ്രതികരണം നടത്തിയിരുന്നു. ചെന്നിത്തല കളിച്ചു വളർന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണെന്ന് പറഞ്ഞ സുകുമാരൻ നായർ അദ്ദേഹം NSSന്റെ പുത്രനാണെന്നുകൂടി പറയുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ടുകൊണ്ട് പരിഹാസവുമായി കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ലെന്നും എല്ലാവരെയും പുകഴ്ത്താറുണ്ടെന്നും കെ മുരളീധരൻ പറയുകയുണ്ടായി. നേതാക്കൾക്ക് അധികാരം കിട്ടുമെന്ന് തോന്നുമ്പോൾ ആളുകൾ കൂടുന്നത് സ്വാഭാവികമാണ്. തന്റെ പിന്നിലും ഇങ്ങനെ പലപ്പോഴും ആളുകൾ കൂടിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു. എല്ലാവരെയും പുകഴ്ത്താറുണ്ട്, ആരെയും ഇകഴ്ത്താറില്ല. എല്ലാ സമുദായങ്ങളും കോൺഗ്രസുകാരെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ്. മുഖ്യമന്ത്രി ആരെന്ന് ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കാര്യം അവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. കോൺഗ്രസ് നിയമസഭാ കക്ഷിയാണ് മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമെടുക്കാറുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രൂപ്പിന്റെ കാലഘട്ടമൊക്കെ അവസാനിച്ചു. നേതാക്കൾക്ക് സ്ഥാനം കിട്ടാനാണ് ഗ്രൂപ്പ് എന്നുള്ളത് എന്ന് പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ട്. നേതാക്കൾക്ക് അധികാരം കിട്ടുമെന്ന് തോന്നുമ്പോൾ ആളുകൾ കൂടുന്നത് സ്വാഭാവികം. തന്റെ പിന്നിലും ഇങ്ങനെ പലപ്പോഴും ആളുകൾ കൂടിയിട്ടുണ്ട്, കെ മുരളീധരൻ പറഞ്ഞു. UDF വിപുലീകരണം ആവശ്യമാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ മുന്നണി വിട്ടവരെ എല്ലാം തിരികെ കൊണ്ടുവരണം. PV അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ ആദ്യം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടെന്നും നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഡൽഹിയുടെ അഭിപ്രായം അറിയണമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു. ഇലക്ഷൻ ജയിക്കണം, 2 നിയമസഭ ജയിച്ച് ഭൂരിപക്ഷം ഉണ്ടാവണം. ഇതിനുശേഷമല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ആവശ്യം. ആരെങ്കിലും പകർത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം, ഡൽഹിയുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. പിന്നെ എല്ലാ സമുദായങ്ങളും കോൺഗ്രസ്സുകാരെ ഇപ്പോൾ സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലേ. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പേരിൽ ഒരു തർക്കവും UDFൽ ഉണ്ടാവില്ല.